പശ്ചിമേഷ്യ വീണ്ടും യുദ്ധമുനമ്പിലേക്ക് നീങ്ങവേ ഇസ്രയേലിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കടുത്ത ഭീഷണിയുമായിട്ട് ചൈനീസ് വൻശക്തി രംഗത്തെത്തുകയാണ്. G7 ഉച്ചകോടി നടക്കുന്ന പാരീസിനെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ലബനാനിലെ ഹിസ്ബുള്ളയ്ക്ക് മേൽ ഇസ്രയേൽ സൈന്യം ഇനിയൊരു കൈവച്ചാൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന ചൈനയുടെ ആഗോള അന്ത്യശാസനം ട്രംപിനും സഖ്യകക്ഷികൾക്കും വലിയ നയതന്ത്ര ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള ഫേസ് 1 ധാരണാപത്രത്തിന് പൂർണ്ണ പിന്തുണയുമായിട്ട് ചൈനയും രംഗത്തെത്തുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇതുവരെ പുലർത്തിയ നിശബ്ദത പൂർണ്ണമായിട്ട് വെടിഞ്ഞാണ് ലോകത്തെ വൻശക്തിയായ ചൈന ഇപ്പോൾ തങ്ങളുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് സുരക്ഷിത കപ്പൽ ഗതാഗതത്തിനായിട്ട് എത്രയും വേഗം തുറന്നു നൽകണമെന്നാണ് ബീജിംഗിന്റെ പ്രധാന ആവശ്യം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതത്വവും തടസ്സമില്ലാത്തതുമായിട്ടുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ഒട്ടാകെയുള്ള സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ വാർത്താ സമ്മേളനത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ കാരണം ഈ മേഖലയിൽ നേരിടുന്ന യാത്രാ തടസ്സങ്ങൾ ആഗോള വിപണിയെ ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹോർമുസ് പാതയിലൂടെ കടന്നു പോകുന്ന ചൈനീസ് വാണിജ്യ കപ്പലുകളുടെയും അതിലെ ജീവനക്കാരുടെയും സുരക്ഷ പൂർണ്ണമായിട്ട് ഉറപ്പാക്കാൻ ചൈനീസ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും പറഞ്ഞു. ഇതിനായിട്ട് പശ്ചിമേഷ്യയിലെ പ്രമുഖ പ്രാദേശിക ശക്തികളുമായിട്ട് ബീജിംഗ് നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും വക്താവ് വ്യക്തമാക്കി. ചൈന സമാധാന നീക്കങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും മേഖലയിൽ തുടരുന്ന സൈനിക നടപടികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് ചൈന പ്രതികരിച്ചത്. ലെബനന്റെ പരമാധികാരവും സുരക്ഷയും യാതൊരു കാരണവശാലും ലംഘിക്കപ്പെടാൻ പാടില്ല എന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കർശനമായിട്ട് പ്രഖ്യാപിച്ചു. കഷ്ടപ്പെട്ട് രൂപപ്പെടുത്തിയെടുത്ത ഈ ഒരു ചരിത്രപരമായിട്ടുള്ള സമാധാന അന്തരീക്ഷം പാതി വഴിയിൽ തകർന്നു പോകാതിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും നിലവിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായിട്ട് പാലിക്കണമെന്നാണ് ചൈന ആവശ്യപ്പെടുന്നത്. തർക്കങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ തുടർന്ന സൈനിക നീക്കങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പും ചൈന നൽകുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ നയതന്ത്ര ധാരണ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചൈന കൂടി ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വ്യാപാരം പൂർണ്ണതോതിൽ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആഗോള വിപണി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഫേസ് 1 ധാരണാപത്രം ഒപ്പുവെച്ചതിനെ തുടർന്ന് ആഗോള ഊർജ്ജ വിപണിയിൽ വൻ പ്രത്യാഘാതങ്ങളാണ് പ്രകടമാകുന്നത്. യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 4 മാസമായിട്ട് തടസ്സപ്പെട്ടിരുന്ന എണ്ണവാതക വിതരണം പുനരാരംഭിക്കുമെന്ന സൂചനകൾ വന്നതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണയുടെ വിലയിൽ പെട്ടെന്നുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ആഴ്ചകളിൽ എണ്ണവില കൂടുതൽ സാധാരണ നിലയിലാകുന്നത് ലോകമെമ്പാടുമുള്ള വികസന രാജ്യങ്ങളുടെ ഇന്ധന ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ തന്ത്രപ്രധാനമായിട്ടുള്ള കടൽപാതയിലെ സുരക്ഷാ ഭീഷണികൾ കുറയ്ക്കാൻ രാജ്യാന്തര നാവികസേനകൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. മുൻപ് വിന്യസിച്ചിരുന്ന യുദ്ധക്കപ്പലുകളുടെ എണ്ണം കുറയ്ക്കാനും അതിന് പകരമായിട്ട് വാണിജ്യ കപ്പലുകളുടെ സുഗമമായിട്ടുള്ള യാത്ര നിരീക്ഷിക്കാൻ സംയുക്ത നാവിക പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്താനും വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. കടലിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നത് വഴി ഇൻഷുറൻസ് നിരക്കുകൾ കുറയ്ക്കുന്നത് ആഗോള ചരക്ക് കടത്ത് കമ്പനികൾക്കും വലിയ ആശ്വാസമാകും. എന്നിരുന്നാലും ഈ പുതിയ നയതന്ത്ര നീക്കത്തോട് ഇറാനിലെയും അമേരിക്കയിലെയും ചില ആഭ്യന്തര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാനിൽ സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുന്നത് തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ രക്ഷിക്കുമെങ്കിലും ആണവ പദ്ധതികളിലെ വിട്ടുവീഴ്ചകൾ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അവിടുത്തെ തീവ്ര നിലപാടുകൾ വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കയിലെ പ്രതിപക്ഷ പാർട്ടികളും ആശങ്ക ഉന്നയിക്കുന്നു. പശ്ചിമേഷ്യയിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, ഒമാൻ, പാകിസ്ഥാൻ എന്നിവയാണ് ഈ പുതിയ നയതന്ത്ര സമവാക്യം രൂപപ്പെടുത്തുന്നതിൽ അണിയറയിൽ നിർണായക പങ്ക് അല്ലെങ്കിൽ മധ്യസ്ഥത വഹിച്ചത്. തർക്കങ്ങൾ പരിഹരിക്കാൻ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് വരും ദിവസങ്ങളിൽ നടക്കുന്ന ഔദ്യോഗിക ചർച്ചകളിൽ ഈ സമാധാന കരാറിന്റെ 2ാം ഘട്ട മാനദണ്ഡങ്ങൾ രൂപീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിലെ സമാധാനം കൂടുതൽ സുസ്ഥിരമാക്കാൻ ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ പങ്ക് വരും ദിവസങ്ങളിലും തുടരും. ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ കരാർ പശ്ചിമേഷ്യയിലെ വലിയ സൗകര്യ വികസന പ്രൊജക്ടുകൾക്ക് വീണ്ടും ജീവൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുദ്ധക്കെടുതികൾ അനുഭവിച്ച അതിർത്തി പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായിട്ട് വൻകിട അന്താരാഷ്ട്ര ഫണ്ടുകൾ അനുവദിക്കാനും ഈ ധാരണാപത്രത്തിൽ വ്യവസ്ഥയുണ്ട് എന്നാണ് സൂചനകൾ.
ഇത് ആഗോള നിക്ഷേപകർക്ക് ഈ മേഖലയിൽ പുതിയ ബിസിനസ് അവസരങ്ങൾ തുറന്നു നൽകുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുകയും ചെയ്യും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഫേസ് 1 ധാരണാപത്രത്തെ വളരെ ജാഗ്രതയോടെയും അതേസമയം അനുകൂലമായാണ് റഷ്യ നോക്കിക്കാണുന്നത്. പശ്ചിമേഷ്യയിൽ താൽക്കാലികമായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഈ സമാധാന അന്തരീക്ഷം ഇപ്പോഴും തികച്ചും ദുർബലമാണെന്നാണ് റഷ്യൻ ഇന്റലിജൻസ് ചീഫ് സെർജി നാരിഷ്ക്യാൻ ഓർമ്മിപ്പിച്ചത്. വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ ഈ ഒരു ധാരണകൾ എത്രയും വേഗം ഔദ്യോഗികമായിട്ട് ഒപ്പുവെച്ച കൃത്യമായിട്ടുള്ള രേഖകളാക്കി മാറ്റണമെന്നാണ് മോസ്കോയുടെ പ്രധാന ആവശ്യം. സൈനിക സമ്മർദ്ദങ്ങളിലൂടെയോ കടുത്ത ഉപരോധങ്ങളിലൂടെയോ ഇറാനെ പൂർണ്ണമായിട്ടും കീഴടക്കാനോ അവിടുത്തെ ഭരണം ഉണ്ടാക്കാനോ സാധിക്കില്ല എന്ന് ഈ കരാറിലൂടെ തെളിഞ്ഞതായിട്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വിലയിരുത്തുന്നു. ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്നും നയതന്ത്ര ചർച്ചകളിലേക്ക് വരാൻ വാഷിംഗ്ടൺ നിർബന്ധിതരായത് അവരുടെ തന്ത്രങ്ങളുടെ പോരായ്മയാണ് എന്നുമാണ് ക്രെലിന്റെ നിരീക്ഷണം. ഈ കരാർ വഴി ഇറാന്റെ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കോ പശ്ചിമേഷ്യയിലെ സ്വാധീനത്തിനോ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്ന് റഷ്യൻ അനുകൂല നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. കരാർ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. തികച്ചും സൗഹാർദ്ദപരമായിട്ട് നടന്ന ഈ ഒരു ചർച്ചയിൽ പശ്ചിമേഷ്യൻ കരാറിനൊപ്പം ആഗോള പ്രാധാന്യമുള്ള മറ്റ് സുപ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും സംസാരിച്ചതായിട്ട് റഷ്യൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ജനീവയിൽ വെച്ച് നടക്കുന്ന ഔദ്യോഗിക ആണവ ചർച്ചകളിൽ ഇറാന്റെ ശക്തമായിട്ടുള്ള സഖ്യകക്ഷി എന്ന നിലയിൽ ഒരു പ്രധാന പങ്കാളിയായിട്ട് റഷ്യ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. ഹോർമുസ് കടലിടുക്ക് വഴി തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനെ റഷ്യ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നു. മുൻപ് കടുത്ത സംഘർഷ സമയത്ത് പോലും റഷ്യൻ വാണിജ്യ കപ്പലുകൾക്ക് ഇറാൻ ഈ പാതയിൽ പ്രത്യേക ഇളവുകൾ നൽകിയിരുന്നു. പശ്ചിമേഷ്യയിലെ സുരക്ഷാ ഭീഷണിയിൽ കുറയുന്നതും ആഗോള ചരക്കുകൂലി സാധാരണ നിലയിലാകുന്നതും റഷ്യയുടെ സ്വന്തം സാമ്പത്തിക വ്യാപാര താൽപര്യങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് മോസ്കോ കരുതുന്നത്. എന്തായാലും ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുമ്പോൾ തന്നെ ലെബനാനിൽ ഇസ്രയേൽ തുടങ്ങുന്ന ഈ ഒരു ആക്രമണത്തെ ചൈന വലിയ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. ഹിസ്ബുള്ളയ്ക്കും ലെബനാനും നേരെ ഇത്തരം രീതിയിലുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്ന് ചൈന പറയാതെ പറയുമ്പോൾ അതൊരു വലിയ തിരിച്ചടി കൂടിയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ട്രംപിനും ഇസ്രയേലിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ചൈന ഈ കാര്യം വ്യക്തമാക്കിയത്. ഇനി ഏതെങ്കിലും തരത്തിൽ യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള വെല്ലുവിളിയും പ്രതിസന്ധിയും അതിലുപരി വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യമാണ് ചൈന പറയാതെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും.